ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഈ ഗുഡ് ഫ്രൈഡേയുടെ ഹോളിഡേ ആയതുകൊണ്ട് വീട്ടിൽ വന്നിരിക്കുകയാണ് കുമരകത്ത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇന്നൊരു ചൂണ്ടയിടുന്ന വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ചൂണ്ടയിടാനായിട്ട് റെഡിയായി, തീറ്റയൊക്കെ റെഡിയാക്കിയിട്ട് ചൂണ്ടയിടാൻ പോവാം. ഒരു പരീക്ഷണാർത്ഥമാണ് നമ്മൾ ഇന്നത്തെ ചൂണ്ടയിടുക. വല്ലതും കിട്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നിറയെ ചൂണ്ടക്കാരാണ്. നമ്മളിപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വീട്ടിലോട്ട് വരുന്ന വഴി തന്നെ ധാരാളം ചൂണ്ടക്കാർ ഈ ആറ്റരികിൽ നമ്മുടെ വീടാണ് കാണുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ ആറാണ്, കുമരകം. അപ്പോൾ ഇതിൻ്റെ ആ സൈഡിൽ വരുന്ന വഴി മൊത്തം ചൂണ്ടക്കാർ ധാരാളം ഇങ്ങനെ നിന്ന് ചൂണ്ടയിൽ. ഇപ്പം നമ്മുടെ അപ്പുറത്തും ചൂണ്ടക്കാരിങ്ങനെ ബൈക്കിലും കാറിലൊക്കെ വന്ന് ചൂണ്ടയിടുന്നുണ്ട്. പുറകിൽ പാടമുണ്ട്, അവിടെയും ചൂണ്ടയിടാം. ഇന്ന് ഞാൻ രാവിലെ ഒന്ന് ഇട്ട് നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. ഒന്നും മീനൊക്കെ ഉണ്ട്, പക്ഷെ കാണുന്നുണ്ട് അല്ല പാടത്ത്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ വരുന്നത് നമ്മുടെ അച്ഛന്റെ ബോട്ടാ. നമ്മുടെ അച്ഛനാണ് കേട്ടോ ഈ ബോട്ടേ വരുന്നത്. ഓട്ടം കഴിഞ്ഞിട്ട് വരുന്നതാ. ശിക്കാര ബോട്ടാണ് നമുക്കുള്ളത്. ക്ഷീണിച്ച് വരുന്നുണ്ട്. ചാച്ചി ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറ. ഉറങ്ങുവാ. ഇത് വേറൊരു ബോട്ടാണ്. കുമരകത്തെ ബോട്ടിന്റെ പേരും കൂടെ കാര്യങ്ങളൊക്കെ വെച്ചുള്ള നമ്മുടെ ഒരു വീഡിയോ വരും ഉടനെ. ബോട്ടിന്റെ പേര് സൈന്യം കേട്ടോ. കിട്ടിയോ? ഒന്നുമില്ല. ഒത്തുന്നുണ്ടോ? ചൂണ്ടയിട്ട് നോക്കുവായിരുന്നു. തുടങ്ങാൻ പോണേ ഞങ്ങൾ അംഗം. ഒന്നും കിട്ടിയില്ല ഈ ചേട്ടൻ ഇതുവരെ. ചൂണ്ടക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. മീൻ കിട്ടിയില്ലാലും വീഡിയോ പിടിക്കും. ഇതൊക്കെ നമ്മുടെ അയലോക്കംകാരാ കേട്ടോ. കുമരകത്താണ് കേട്ടോ. മീനെ കിട്ടി. ഞാനിട്ട് പൊക്കുന്ന ഇങ്ങോട്ട് വാ, ഇവിടെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കണോ? കൊണ്ടുപോവാ. ഇത്ര മതിയോ? ചെറിയൊരു കരിയമ്പള്ളത്തിയാ കേട്ടോ. ചെറിയൊരു കരിയമ്പള്ളത്തിനെ കിട്ടിയിട്ടുണ്ട്. ഉദ്ഘാടനമാണ് ഇന്നത്തെ. ഇതെവിടെ ഇടും? നീ എവിടെയെങ്കിലും ഇട്ടേക്കെ. ഇവിടുന്നല്ലേ? ഇവിടുന്ന് അതല്ല, ഈ മീനെ എവിടെയെങ്കിലും പുറകിൽ പാടം, ഫ്രണ്ടിൽ ആറ്, നടുക്ക് ഞങ്ങളെന്ന്. ചൂണ്ടയിട്ട് മടുക്കും. അത് പൊക്കണം. ഒരു മീനെങ്കിൽ കിട്ടിയില്ലേ, നമുക്കത് മതി. എന്നെ ട്രോളാൻ വേണ്ടി നീ അത് ക്യാമറ എടുത്തിട്ട് വന്നതല്ലേ? അമ്മേ പോയി. ആയിരുന്നു അത് അങ്ങോട്ട് വലിച്ച് ഞാൻ എന്ത് ചെയ്യാനാ? എന്തോ മീൻ പറഞ്ഞു പോയി. അത് ബിഗ് ആയിരുന്നു. നിരാശയുടെ വക്കിലാണ്. പോടാ, ഞാൻ അടുത്തതിന് ഇപ്പൊ പിടിക്കൂന്ന്. ഞാൻ എന്നെ കുട്ടാച്ച പറഞ്ഞു പോയത് കരിമീനായിരിക്കും അല്ലേ, അല്ലെ പരലായിരിക്കും. മുഴുത്ത പരലോ അല്ലെങ്കിൽ കരിമീനോ ആയിരിക്കും. കുമരകത്തെ മെയിൻ ചൂണ്ടക്കാരിയാണ്. പൊക്കോണോന്ന് കേട്ടോ, ചുമ്മാ പറയല്ലേ. നീ ഇതെല്ലാം വീഡിയോ എടുത്തിട്ടാ. നീ അവിടെ തന്നെ ഇട്ട് ചൂണ്ട പോകരുത്. നീ ചാടത്തില്ലേ? പറ്റിച്ചതാണ് ഗൈസ്. മീനല്ല അവിടെ ഉടക്ക.
അവിടെ വല്ല ഓല ഉണ്ടായിരിക്കും. പാടത്ത് ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. രാവിലെ നമ്മൾ ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വല ഇട്ടിട്ട് ഇഷ്ടം പോലെ കല്ലടയും വരാലൊക്കെ കിട്ടിയായിരുന്നു. ചുമ്മാ തള്ളുവാ ഗൈസ്. തള്ളൊന്നുമല്ല, വലയിട്ട് കിട്ടിയ കാര്യം. എടാ അവിടെ നല്ല ഒരു ഓലയാന്ന് തോന്നി കിടക്കുന്നത്, നല്ല ഉടക്ക. അച്ചാച്ചി പറഞ്ഞു പോരെ മതിയെന്ന്. മീൻ കറിക്കുള്ള മീനായി മതിയെന്ന് പറഞ്ഞു ചാച്ചി കടയിൽ. അക്കരയിലും ഉണ്ട്. അക്കര നിന്നൊരു ചേട്ടൻ ചൂണ്ടയിടുന്നുണ്ട്. എന്നെ കണ്ടോടാ അമ്മ എവിടെയും ചെയ്തിരുന്നു. ചെല്ല് പോയി ചക്ക വറുത്ത തിന്നോ മുന്നേ. ഈ സ്ഥലം കൊള്ളത്തില്ല കേട്ടോ. അങ്ങനെ വലിച്ച് പതുക്കെ വലിക്കില്ല, പറഞ്ഞ് താഴെ പോവും. മൈക്ക് ഓഫാന്ന് തോന്നുന്നു. ഒരു മാസം, 1.5 മാസം. ഇല്ല, അമ്മ വരുന്നുണ്ടോടാ? ഒരെണ്ണേ കിട്ടിയുള്ളൂ. ഇന്ന് നമ്മൾ ചൂണ്ടയിട്ടിട്ട് കിട്ടിയ ഫിഷാണ് കേട്ടോ. ഇത്രയും മീനാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. ഇപ്പോൾ കുറച്ച് മീൻ രാവിലെയും കൂടെ ചൂണ്ടയിട്ടതായിരുന്നേ. രാവിലെയും കൂടെ ചൂണ്ടയിട്ടതും കൂടെ കൂട്ടിയാണ് ഈ കാണുന്ന ഇത്രയും മീൻ കിട്ടിയത്. കുറച്ച് പള്ളത്തിയും പരലുമാണ് കിട്ടിയിരിക്കുന്നത്. ഒരു കരിയും പള്ളത്തിയും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചൂണ്ടയിടയിലും പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ അന്ന് നല്ല രീതിയിലൊന്ന് ചൂണ്ടയിട്ട് വല്ലതും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നിടം വരെ ബൈ ബൈ. അമ്മോടുത്ത് ഫ്ലൈങ് കിസ് എടുത്ത്